മദ്രസ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വേഗം വരിക ഖുർആൻ പഠിക്കണം, നിസ്കാരത്തിൽ ഓതാൻ കുറച്ച് സൂറത്ത് പഠിക്കണം, അതുപോലെ നിസ്കരിക്കാൻ പഠിക്കണം, ഒന്നു പഠിക്കണം. ഇങ്ങനത്തെ 2-3-4 കാര്യങ്ങളെ ഇപ്പം നമ്മളെ മനസ്സിൽ മദ്രസ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളെ ചിത്രത്തിലുള്ളൂ. അതുമാത്രമല്ല മദ്രസ എന്ന് പറയുന്നത്. കാരണം എന്താ അറിയോ, ഈ കുട്ടികൾക്ക് ആവശ്യമുള്ള ബോധം കിട്ടാതെ അവർ പിന്നെ തിരക്കിലേക്കാണ് പോണത്. ഇന്ന് തിരക്ക് എവിടുന്ന് തുടങ്ങുന്നുണ്ട് അറിയോ? LP ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ തിരക്കിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. കാരണം LSS കിട്ടണം എന്നത് ഇപ്പം എല്ലാ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. അപ്പോൾ LSS കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ലോണം അധ്വാനിക്കണം. അപ്പോൾ തുടങ്ങും അതിൻ്റെ ട്യൂഷനും കാര്യങ്ങളും. അത് കഴിഞ്ഞാൽ USSൻ്റെ തുടങ്ങും. അത് കഴിഞ്ഞ് ഹൈസ്കൂളിലെത്തുമ്പോൾ NMSൻ്റെ തുടങ്ങും. അത് കഴിഞ്ഞ് പിന്നെ 10ാം ക്ലാസ് ആകുമ്പോൾ പറയാൻ കണ്ട കാര്യമില്ലല്ലോ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ എന്തായി? +1 +2, പിന്നെ എൻട്രൻസ് കോച്ചിങ്. പിന്നെ ആ കുട്ടികൾ അത്ര തിരക്ക് ഇവിടുത്തെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൂടി ഉണ്ടാവില്ല. ഏതുവരെ എന്ന് ചോദിച്ചാൽ, ഒരു വീട്ടിൽ ഒരു കല്യാണമോ സൽക്കാരോ, സ്വന്തം വീട്ടിലൊരു സൽക്കാരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു എന്ന് കരുതുക, അങ്ങനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞാലും ആ നമ്മളതിൻ്റെ +2 പഠിക്കണം അല്ലെങ്കിൽ എൻട്രൻസിന് പഠിക്കുന്ന കുട്ടിനെ അവിടെ പഠിക്കണം, കോച്ചിങ് സെൻറ്ററിലാണ്, അവന് വരാൻ പറ്റില്ല എന്ന് പറയും അല്ലേ? ഇത് എവിടെയാണ് ഈ മത്സരം പോയി അവസാനിക്കണത്? എത്ര ഇത് പിന്നെ അത് കഴിഞ്ഞ് അതിലും മത്സരത്തേക്കാണ് പോണത്. പിന്നെ അവർ പോണ കോളേജ് എന്താ? അവർ പഠിക്കണ ക്യാമ്പസ് എന്താ? അവർ ഉറങ്ങണ സംവിധാനങ്ങൾ എന്താ? ഹോസ്റ്റൽ റൂമുകൾ എന്താ? അവിടുന്ന് കേൾക്കണത് എന്താണെന്നറിയോ? തീർത്തും ഈ മതത്തെ ഇല്ലായ്മ ചെയ്യുന്ന മതനിരാസത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് അവർക്ക് കിട്ടുന്നത്. ഇന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ, 18 വയസ്സായ പിന്നെ അവനാൻ്റെ കാര്യമായി. പിന്നെ വാപ്പിയും വേണ്ട, ഉമ്മയും വേണ്ട, നാട്ടുകാരും വേണ്ട, അധ്യാപകരും വേണ്ട, അവരൊന്നും പറയണത് കേൾക്കേണ്ട ഉത്തരവാദിത്വം പിന്നെ എനിക്കില്ല, നിങ്ങൾക്കില്ല. മൈ ബോഡി മൈ റൈറ്റ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്. ഇതാണ് ഇപ്പം ഇന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് അനൗദ്യോഗികമായിട്ടും പഠിപ്പിക്കുന്നുണ്ട്. ഒരു വേള ഇന്ന് ഔദ്യോഗികമായും നമ്മുടെ സിലബസുകളിലേക്ക്, പാഠശാലകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കരിക്കുലത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ചിന്താഗതിയാണ് കുട്ടികളിൽ എന്ത് ചെയ്യുന്നത്? അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മൈ ബോഡി മൈ റൈറ്റ്. അതുപോലെ തന്നെ ഈ ജീവിതം മാത്രമേ ഉള്ളൂ, ഇനി രണ്ടാമതൊരു ജീവിതമല്ല. യോളോ എന്നാണ് ഇതിന് പറയാം. അതുപോലെ നിഹിലിസം എന്ന് പറയുന്ന ആശയം. ഈ ആശയങ്ങളിൽ ആകൃഷ്ടരായിട്ടാണ് കുട്ടികൾ വളർന്നു വരുന്നത്. അവരേത് ലോകത്താന്ന് തന്നെ നമുക്ക് മനസ്സിലാവണില്ല. ഭയങ്കര അപകടകരമാണ് ആ കുട്ടികളുടെ പോക്ക്. ഞാനതിന്